പാരീസിലെ ഈഫൽ ടവറിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരും ഉണ്ടാകില്ല. എന്നാൽ ഈ ഈഫൽ ടവർ വിറ്റ് കാശാക്കിയ ഒരു വിരുദിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും ഒരു പ്രാവശ്യമല്ല, 2 തവണ വിൽപ്പന നടത്തിയ ഒരു തട്ടിപ്പ് വീരനെ കുറിച്ച്. ആ കഥയാണ് ഇന്നത്തെ സ്റ്റോറി ഫോർ യു. സ്റ്റോറി ഫോർ യുവിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷം 1925. പാരീസിലുള്ള ഒരു ഹോട്ടൽ റൂമിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാനായകൻ. വിക്ടർ ലെസ്റ്റിംഗ് എന്നാണ് അയാളുടെ പേര്. പെട്ടെന്ന് പത്രത്തിലെ ഒരു വാർത്തയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞു. അത് വായിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മുഖം വിടർന്നു. ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു ചിരി തെളിഞ്ഞു. ആ വാർത്ത ഇതായിരുന്നു: ഈഫൽ ടവറിന് തുരുമ്പ് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് മെയിൻ്റെനൻസ് ചെയ്യുക എന്നത് ഗവൺമെൻറ്റിന് ഒരുപാട് പണച്ചിലവുണ്ടാക്കുന്നതാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ വാർത്തയാണ്. വിക്ടറിനും ആദ്യം അങ്ങനെയാണ് തോന്നിയതെങ്കിലും ആ വാർത്തയുടെ അവസാന ഭാഗത്തുള്ള ഒരു വാചകമാണ് അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടാക്കിയത്. ഇത്രയും വലിയൊരു തുക മുടക്കി ഈ ടവർ മെയിൻ്റെനൻസ് ചെയ്യേണ്ടതില്ലെന്നും പകരം അത് പൊളിച്ചു മാറ്റുകയാണ് വേണ്ടത് എന്നാണ് പൊതുജനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ അഭിപ്രായം എന്നുമായിരുന്നു ആ വാചകം. ഇതും കൂടി വായിച്ചതോടെ തനിക്ക് ഇതിലൊരു സാധ്യതയുണ്ട് എന്ന് വിക്ടറിന് മനസ്സിലായി. അവിടെ അതിവിദഗ്ധമായൊരു തട്ടിപ്പിന് തിരശ്ശീല ഉയരാൻ തുടങ്ങുകയായിരുന്നു. അതിനായി അദ്ദേഹം ആദ്യം ചെയ്തത് തനിക്ക് വേണ്ടി വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകാൻ കഴിവുള്ള ഒരാളെ തപ്പിയെടുക്കുക എന്നതായിരുന്നു. അത്തരം ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പാരീസിൽ സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന വമ്പന്മാരായ 5 പേർക്ക് അദ്ദേഹം ഒരു സന്ദേശം അയച്ചു. ഫ്രഞ്ച് ഗവൺമെൻറ്റിന് അവരുമായി ഒരു ബിസിനസ് ഡീൽ ചർച്ച ചെയ്യാനുണ്ടെന്നും എന്നാൽ ഈ വിവരം രാജ്യസുരക്ഷ സംബന്ധിച്ചതാകിയാൽ പരമരഹസ്യമായിരിക്കണം എന്നതുമായിരുന്നു ആ സന്ദേശം. താല്പര്യമുള്ളവർക്ക് എത്തിച്ചേരാനുള്ള അഡ്രസ്സും അതിൽ നൽകിയിരുന്നു. അതിനുശേഷം അദ്ദേഹം ആ അഡ്രസ്സിൽ പറഞ്ഞിരുന്നത് പോലെ പാരീസിലെ ക്രില്ലൻ എന്ന ഹോട്ടലിൽ ഒരു റൂം ബുക്ക് ചെയ്തു. ഗവൺമെൻറ് ഒഫീഷ്യലുകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾക്ക് സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു ഹോട്ടലായിരുന്നു അത്. ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ലെറ്റർപാഡിലുള്ള ഇൻവിറ്റേഷനും അതിൽ പരാമർശിച്ചിരിക്കുന്ന ഈ ഹോട്ടലിൻ്റെ പേരുമെല്ലാം കണ്ട് ഇത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഒരു ഇടപാടാണ് എന്ന് തന്നെ അത് കിട്ടിയവർ വിശ്വസിച്ചു. അങ്ങനെ ആ മീറ്റിങ്ങിൻ്റെ ദിവസം വന്നെത്തി. ആ ലെറ്റർ കിട്ടിയവർ എല്ലാവരും തന്നെ അവിടെ എത്തിച്ചേർന്നു. അവരെ സ്വീകരിച്ചിരുത്തിയ ശേഷം വിക്ടർ തൻ്റെ പ്രസൻറ്റേഷൻ ആരംഭിച്ചു. അതായത് ഈഫൽ ടവർ കാലപ്പഴക്കം മൂലം തുരുമ്പെടുത്ത് പോകാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് മെയിൻ്റെനൻസ് ചെയ്യുന്നതിനും റീപെയിൻറ്റ് ചെയ്യുന്നതിനുമൊക്കെ വലിയൊരു തുക ഗവൺമെൻറ്റിന് ചിലവാകും. അതുകൊണ്ടത് പൊളിച്ചു നീക്കാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളിൽ വലിയൊരു വിഭാഗം ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും എതിർക്കുന്നവരും ധാരാളമുണ്ട്. അവർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഈ മീറ്റിങ്ങും അനുബന്ധ ജോലികളും പരമരഹസ്യമായി ചെയ്യേണ്ടി വരുന്നത്. ടവർ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് എത്രയും പെട്ടെന്ന് സ്ക്രാപ്പായി പൊളിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നവർ അതിൻ്റെ ടെൻഡർ സീൽഡ് കവറിൽ ഈ ഇടപാടിൻ്റെ ചുമതലക്കാരനായ തന്നെ ഏൽപ്പിക്കേണ്ടതാണ്. ഇതായിരുന്നു വിക്ടർ നടത്തിയ പ്രസൻറ്റേഷൻ്റെ രത്നച്ചുരുക്കം. എന്നിട്ട് ആ റൂമിൻ്റെ ജനലിലൂടെ അദ്ദേഹം അവർക്ക് ആ ടവർ കാണിച്ചു കൊടുത്തു. ടവർ റീപെയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചാളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആ തൊഴിലാളികൾ ടവർ പൊളിച്ചു മാറ്റുന്നതിനാവശ്യമായ അളവുകൾ എടുക്കുകയാണ് എന്നാണ് വിക്ടർ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. വളരെ വിശ്വസനീയമായി ഈ വിവരങ്ങൾ അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനിടയിലും ഓരോരുത്തരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് തൻ്റെ ഇരയെ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു വിക്ടർ. ഒടുവിൽ അദ്ദേഹം ഒരാളെ കണ്ടെത്തി. ആന്ദ്രേ പോയ്സൺ എന്ന യുവ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് ഒരു വളർച്ചയുണ്ടാക്കി ബിസിനസ് ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനമുണ്ടാക്കാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ആന്ദ്രേ. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം തോന്നിയിരുന്നു. തട്ടിപ്പ് നടത്തുന്നതിൽ ഒരു വിദഗ്ധനായിരുന്ന വിക്ടർ ഈ കാര്യം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം വിക്ടർ ആന്ദ്രയുമായി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. മീറ്റിങ്ങിനെത്തിയ ആന്ദ്രയോട് ഈഫൽ ടവറിനെ കുറിച്ചല്ല വിക്ടർ ആദ്യം സംസാരിച്ചത്. പകരം ഗവൺമെൻറ്റിലെ ഈ ജോലിയിൽ നിന്ന് തനിക്ക് കിട്ടുന്ന വരുമാനം തീരെ കുറവാണെന്നും വലിയ കടങ്ങളുണ്ടെന്നും അതുകൊണ്ട് വലിയൊരു തുക കൈക്കൂലിയായി നൽകാമെങ്കിൽ ഈ ബിസിനസ് ആന്ദ്രയ്ക്ക് തന്നെ കിട്ടുന്നതിനുള്ള ഏർപ്പാടുകൾ താൻ ചെയ്തു കൊള്ളാം എന്നുമൊക്കെയാണ് വിക്ടർ പറഞ്ഞത്. ഈ ബിസിനസ് ഡീൽ ഒരു തട്ടിപ്പാണോ എന്ന് ചെറിയൊരു സംശയം തോന്നിയിരുന്ന ആന്ദ്രയ്ക്ക് വിക്ടർ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സംശയം മുഴുവൻ മാറി. കാരണം അക്കാലത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും വലിയ അഴിമതിക്കാരായിരുന്നു. അതുകൊണ്ട് വിക്ടർ പറഞ്ഞ തുക നൽകാമെന്ന് ആന്ദ്രേ സമ്മതിക്കുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഈഫൽ ടവർ പൊളിച്ചു കൊണ്ടുപോകുന്നതിനുള്ള നിയമാനുസൃതമായ മുഴുവൻ രേഖകളും, അതായത് വ്യാജരേഖകളും വിക്ടർ ആന്ദ്രയ്ക്ക് കൈമാറി. ഈഫൽ ടവറിൻ്റെ വിലയായി 1 ലക്ഷം ഫ്രാൻസും വിക്ടർ ആവശ്യപ്പെട്ട കൈക്കൂലി തുകയും ആന്ദ്രേ വിക്ടറിന് കൈമാറി. പണം കയ്യിൽ വന്ന ഉടനെ തന്നെ വിക്ടർ അതുമായി വിയന്നയിലേക്ക് കടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആന്ദ്രേ തനിക്ക് എന്നു മുതലാണ് ഈഫൽ ടവർ പൊളിക്കുന്നത് തുടങ്ങാൻ കഴിയുക എന്നറിയാനായി വിക്ടർ കൊടുത്ത രേഖകളുമായി ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഓഫീസിലെത്തി. ആ വ്യാജരേഖകൾ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് അവർ ആന്ദ്രയോട് പറഞ്ഞു: സുഹൃത്തെ, നിങ്ങളെ ആരോ കബളിപ്പിച്ചിരിക്കുന്നു. ഈഫൽ ടവർ പൊളിക്കാൻ ഗവൺമെൻറ്റിന് ഇതുവരെ ഒരു പ്ലാനുമില്ല. അവർ പറഞ്ഞത് കേട്ട് ആന്ദ്രേ ഞെട്ടിത്തരിച്ചിരുന്നു പോയി. പക്ഷേ നാണക്കേട് ഭയന്ന് ഈ വിവരം അദ്ദേഹം ആരോടും പറഞ്ഞില്ല. എന്തിന്, പോലീസിനോട് പോലും അദ്ദേഹം ഈ വിവരം മറച്ചു വെച്ചു. അതേസമയം വിയന്നയിലായിരുന്ന വിക്ടർ എല്ലാ ദിവസത്തെയും ദിനപത്രങ്ങൾ അരിച്ചു പെറുക്കുകയായിരുന്നു. അദ്ദേഹം കണക്കൂട്ടിയതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ തട്ടിപ്പിനെക്കുറിച്ച് ഒരു വാർത്തയും പത്രത്തിൽ വന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ പ്ലാനുമായി അദ്ദേഹം വീണ്ടും പാരീസിലെത്തി. വേറെ 5 സ്ക്രാപ്പ് ഡീലർമാരുമായി അദ്ദേഹം ചർച്ച നടത്തി. പക്ഷേ ഇത്തവണ പണിപാളി. അവസാന നിമിഷം വിക്ടറിൻ്റെ തട്ടിപ്പ് എങ്ങനെയോ അവർ അറിഞ്ഞു. പക്ഷേ വിക്ടർ പിടികൊടുക്കാതെ അമേരിക്കയിലേക്ക് മുങ്ങി. കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം പോലീസിൻ്റെ പിടിയിലായി.
അദ്ദേഹത്തിൻ്റെ വീട് പരിശോധിച്ച പോലീസുകാർ വീടിൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചിരുന്ന ഒരു കാർഡ് കണ്ടെടുത്തു. അതിലിങ്ങനെ എഴുതിയിരുന്നു: ഈഫൽ ടവർ വിൽപ്പനയ്ക്ക്, വില വെറും 1,00,000 ഫ്രാൻസ്. കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജയിലിൽ വെച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൽ ജോലിയുടെ കോളത്തിൽ സെയിൽസ്മാൻ എന്നാണ് അധികാരികൾ രേഖപ്പെടുത്തിയത്. തട്ടിപ്പുകാരനാണെങ്കിലും തൻ്റെ കഴിവുകൊണ്ട് ഈഫൽ ടവർ വരെ വിൽപ്പന നടത്തിയ വ്യക്തിയുടെ ജോലിയായി വേറെ എന്ത് രേഖപ്പെടുത്തിയാൽ മതിയാകും അല്ലേ? കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കഥകൾ ഇഷ്ടമുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.